ഷാബു പ്രസാദ്, ബി.ജെ.പിക്ക് ഒരു നിയമം, കോൺഗ്രസിന് വേറെ നിയമം. വളരെ വ്യക്തമായിട്ട് ജനപ്രാതിനിധ്യ നിയമത്തെ മറികടന്നുകൊണ്ടുള്ള നടപടികൾ നടക്കുക, അത് ചോദ്യം ചെയ്യുമ്പോൾ ഭരണഘടനാ സ്ഥാപനത്തെ അപമാനിക്കുന്നു, അതിൻ്റെ വിശുദ്ധി നശിപ്പിക്കുന്നു എന്ന് വിളിച്ചു പറയുക. എന്നിട്ടും ഒരു പക്ഷപാതിത്വവും ഈ കമ്മീഷൻ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ കഴമ്പുള്ളതായിട്ട് കേൾക്കാൻ സാധിക്കും? ഇല്ല, അതിപ്പം കേൾക്കുന്നവരുടെ സൗകര്യവും കേൾക്കുന്നവരുടെ കാഴ്ചപ്പാടും അനുസരിച്ചാണ് അപർണ ഇരിക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അപർണ അടക്കം ചോദിക്കുന്ന ചോദ്യം, രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എണ്ണി മറുപടി പറഞ്ഞില്ലല്ലോ. ഈ ആരോപണവും പരാതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അസഫലി സാറിനെ പോലുള്ളവരോടൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അത് കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത്. ഒരാൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോവുക. അത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്തോണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഇനി മറ്റൊരു കാര്യം, ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നു. ശരി, എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം? നോക്കൂ, ഡൽഹി നിർവാചൻ സദനിൽ ഈ ഇലക്ഷൻ കമ്മീഷണർമാരടക്കം ആകെ 300 എംപ്ലോയീസ് ആണ് ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്റ്റ് എംപ്ലോയീസ്. ഇലക്ഷൻ കമ്മീഷന്റെ പേറോളിലുള്ള ഡയറക്റ്റ് എംപ്ലോയീസ് ഈ 300 പേരേ ഉള്ളൂ. എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത് എത്ര പേർ? അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളവർ 50-60 ലക്ഷത്തിലധികം. എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. അതിലൊന്നും ആർക്ക് സംശയമൊന്നുമില്ല, കാലാകാലങ്ങളായി ഇവിടെ നിൽക്കുന്ന കാര്യം. ഇവിടെ ജയചന്ദ്രൻ മാസ്റ്റർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഓരോ ലെവലിലും ഒരു ബൂത്തിലെ വോട്ടർമാർക്ക് പരമാവധി നിഷ്കർഷിച്ചിരിക്കുന്നത് 1200 വോട്ടർമാരാണ് പരമാവധി. പക്ഷേ ആവറേജ് ഒരു 800-900 ഒക്കെ വരൂ. ഇത്രയും പേരുടെ പേര് തങ്ങളുടെ, അതായത് ഈ ഒരു ബൂത്ത് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പരിധിയിലെ ആ ബൂത്തിലെ ഓരോ വോട്ടറെയും നേരിട്ട് മുഖാമുഖം പരിചയമുള്ളവരായിരിക്കും. അവരാണ് ബൂത്തിൽ ഇരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക ലഭിക്കുന്നു. അവർക്ക് 1 മണിക്കൂർ മതി ഇത് ചെക്ക് ചെയ്യാൻ, 1 മണിക്കൂർ പോലും വേണ്ട. ഇവിടെ വരുന്നു, വോട്ട് ചെയ്യുമ്പോഴെങ്ങനെയാണ് തങ്ങൾക്ക് പരിചയമില്ലാത്ത, തങ്ങൾക്ക് സംശയമുള്ള ഇരട്ട വോട്ടർ, ഇവർ ഈ പറയുന്ന ആരോപണത്തിന്റെ പരിധിയിൽ വരുന്നവർ അവിടെ വോട്ട് ചെയ്യാൻ വന്നാൽ ചാലഞ്ച് ചെയ്യാനുള്ള അധികാരവും അവകാശവും അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികൾക്കുണ്ട്. എല്ലാം കഴിഞ്ഞ് എഴുതി ഒപ്പിട്ട് തൃപ്തികരം എന്ന് പറഞ്ഞാലല്ലേ ഈ പ്രോസസ്സ് അവസാനിക്കുകയുള്ളൂ, പോളിംഗിന്റെ പ്രോസസ്സ്. അതായത് ഇത് കറക്റ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നോക്കൂ, 100 കോടിയോളം വരുന്ന ഒരു ഹ്യൂജ് ഡേറ്റയാണിത്, ഹ്യൂജ് ഡേറ്റ. അതിൻ്റെ അകത്ത് തീർച്ചയായും അപാകതകൾ ഉണ്ടാകും. അത് പരമാവധി പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. സേനാപതി വേണു ഇവിടെ പറഞ്ഞു, അവർക്ക് മെഷീൻ റീഡബിൾ, അതായത് ഇലക്ട്രോണിക് ഡേറ്റ കൊടുക്കുന്നില്ല. എന്താണ് ഇലക്ട്രോണിക് ഡേറ്റ? ബഹുമാനപ്പെട്ട സേനാപതി വേണു, ഇപ്പോൾ താങ്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലോ മുമ്പിലിരിക്കുന്ന ലാപ്ടോപ്പിലോ താങ്കൾക്ക് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് താങ്കളുടെ ഈ ഇന്ത്യയിലെ ഏത് വാർഡിലെയും ഏത് ബൂത്തിലെയും ഇലക്ഷൻ ഡേറ്റ, ഈ വോട്ടർ ഡേറ്റ ഈ നിമിഷം താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. ഇതല്ലേ സാർ ഇലക്ട്രോണിക് ഡേറ്റ എന്ന് പറയുന്നത്?
ഇതിന്റെ പേരല്ലേ ഇലക്ട്രോണിക് ഡേറ്റ എന്ന്. പിന്നിവർ പറയുന്ന മെഷീൻ റീഡബിൾ ഡേറ്റ. ഈ മെഷീൻ റീഡബിൾ ഡേറ്റ എന്ന് പറയുന്ന ഫോർമാറ്റ് വരുന്നത് ഒന്നുകിൽ എക്സലിലായിരിക്കും, അല്ലെങ്കിൽ ജേസണിലായിരിക്കും. അങ്ങനെയുള്ള 2-3 ഫോർമാറ്റിലാണ്. അത് മാനിപ്പുലേഷൻ പോസിബിൾ ആയിട്ടുള്ള ഡേറ്റയാണത്. അല്ലാതെ ഈ ഡേറ്റ ഈ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ എവിടെ നിന്നും ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ പറ്റും. അത് ഇന്നത്തെ ഏത് ടെക്നോളജി, ഇന്ന് ഇഷ്ടം പോലെയുണ്ട് ടെക്നോളജി ഉണ്ട്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം കടന്നു. മെഷീൻ റീഡബിൾ ആ ഡേറ്റ നിങ്ങൾക്ക് പരിശോധിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇലക്ട്രോണിക് ഡേറ്റ ഈസ് അവൈലബിൾ സർ, ഈസ് അവൈലബിൾ. ആ സമയത്ത് ഈ വലിയ കെട്ടുകണക്കിന് പേപ്പർ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഈ കാണിച്ചത് ഒരു തരം ഷോയാണ്. നിങ്ങൾ ഈ നിമിഷം നോക്കിക്കോളൂ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് നിയോജക മണ്ഡലത്തിലെയും ബൂത്തിലെ ഇലക്ട്രോണിക് ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്നത് കള്ളമല്ലേ, പച്ച കള്ളമല്ലേ. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെയും ഈ കോൺഗ്രസ് പാർട്ടിയെയും ഒരിക്കലും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ വിശ്വസിക്കാനും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല അവർ ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നത്. അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം BJPയെയോ നരേന്ദ്രമോദിയെയോ രാഷ്ട്രീയമായി എതിരിട്ട് തോൽപ്പിക്കാനാവില്ല. അതവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരു 2-3 മെത്തേഡ് ഉണ്ട്. കൺവിൻസ് ദ കസ്റ്റമർ, കൺഫ്യൂസ് ദ കസ്റ്റമർ, കറപ്റ്റ് ദ കസ്റ്റമർ. ഏറ്റവും നല്ലത് കസ്റ്റമറെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറെ കൺഫ്യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്ത് ഒരു ഓളം ഉണ്ടാക്കി ഒരു ഇതിൽ നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ കോടതിയിലേക്ക് പോവാത്തത്. അതൊക്കെ എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല? നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇംപീച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ പ്രതിപക്ഷ സഖ്യം നടത്തുന്നത് രാഷ്ട്രീയ പ്രതികാരം മാത്രമാണോ എന്നുള്ളതാണ്. ടി അസഫ് അലി അതിന് മറ്റൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഏത് തരത്തിലായിരിക്കും സ്വീകരിക്കപ്പെടുക, ഈ ചിത്രം ഇങ്ങനെയല്ലേ എന്നുള്ളത്. ഞാൻ തിരികെ വരാം മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.